ഹലോ കുട്ടികളെ, നമ്മളിന്ന് സെക്കൻഡ് യൂണിറ്റിൽ എന്തൊക്കെയാണ് അസസ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ ക്ലാസ് റൂം എന്നുള്ള യൂണിറ്റിലെ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാരഡൈം ഷിഫ്റ്റ് ഇൻ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ടോപ്പിക്ക്. ഇതിപ്പോൾ നിങ്ങൾക്ക് കൺസ്ട്രക്റ്റിവിസം അറിയെങ്കിൽ എഴുതാൻ പറ്റാവുന്ന ഒരു ടോപ്പിക്കാണ്. എന്നാൽ നമുക്ക് വേഗത്തിൽ ഒന്ന് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ട് പോകാം. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിലനിൽക്കുന്ന ഒരു ഒരു കൺസെപ്റ്റിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ബിഹേവിയറിസത്തിൽ ഊന്നിയിട്ടില്ല, ബിഹേവിയറിസം എന്നുള്ള സമ്പ്രദായത്തിൽ ഊന്നി നിൽക്കുന്നതായിരുന്നു. അതിന് ഒരു വ്യത്യാസം വന്നതാണ്. കൺസ്ട്രക്റ്റിവിസം വന്നപ്പോൾ എന്തുണ്ടായി? ബിഹേവിയറിസത്തിൽ നിന്ന് അത് പതുക്കെ കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് പോകാൻ തുടങ്ങി. ഇപ്പോൾ ഈ കൺസ്ട്രക്റ്റിവിസത്തിലാവുമ്പോൾ നമ്മൾ ഓൾറെഡി ബിഹേവിയറിസം കൺസ്ട്രക്റ്റിവിസം ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ബിഹേവിയറിസം കുറച്ചും കൂടെ ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള, ലേണേഴ്സൊക്കെ ഒരു പാസീവ് ലിസണേഴ്സ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ള, കുട്ടികളൊരു ആക്റ്റീവ് ലേണേഴ്സ് ആവുന്ന കുറച്ചും കൂടെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട്, ബിഹേവിയറിസം പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നെങ്കിൽ കൺസ്ട്രക്റ്റിവിസം കുറച്ചും കൂടെ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറി. അങ്ങനെ ബിഹേവിയറിസത്തിൽ നിന്നും കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് എത്തി. അപ്പോൾ ഈ ബിഹേവിയറിസത്തിൽ നിന്നും അതാണ് നമ്മുടെ ഈ അസസ്മെൻറ്റിന് അല്ലെങ്കിൽ മൊത്തത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഉണ്ടായിട്ടുള്ള പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടായിട്ടുള്ള അസസ്മെൻറ്റിലും ആ ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അസസ്മെൻറ്റിൽ വന്നിട്ടുള്ള കീ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാർഷ്യലിൽ നിന്ന് ഹോളിസ്റ്റിക്കിലേക്കായി. അതായത് പാർഷ്യലായിട്ട് നമ്മൾ അക്കാഡമിക്, കുട്ടി പഠിക്കുന്നുണ്ടോ മാർക്ക് വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നോക്കിയിരുന്ന സ്ഥാനത്ത് എന്തായി? കുട്ടിക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടോ, കോകരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റികൾ കുട്ടിക്ക് എന്തൊക്കെ കഴിവുണ്ട്, പഠിക്കാൻ കഴിവുണ്ടോ, കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ്, സ്വഭാവത്തിൽ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ട്രൈറ്റുകൾ, അങ്ങനെ എല്ലാ കാര്യവും ഹോളിസ്റ്റിക് ആയിട്ടുള്ള അസസ്മെൻറ്റിലേക്ക് മാറി. പിന്നെ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള അസസ്മെൻറ്റ് കണ്ടിന്യൂസ് ആയി ഇടയിൽ അല്ലെങ്കിൽ ഒരു ഇയർ എൻഡിൽ അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ എൻഡ് അങ്ങനെയൊക്കെ ആയിട്ട് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് കൃത്യമായിട്ട് ഒരു എൻ പോയിന്റിൽ നടന്നിരുന്ന അസസ്മെൻറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ തുടങ്ങി. പിന്നെ മാർക്കിംഗ് എന്നുള്ള സിസ്റ്റത്തിൽ നിന്നും ഗ്രേഡിങ്ങിലേക്ക് പോയി. ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളതിൽ നിന്നും ഒതൻറ്റിക്കായി. അതന്നെ നമുക്ക് മനസ്സിലാവും. ടീച്ചർ സെൻറ്റേർഡിൽ നിന്നും ലേണർ സെൻറ്റേർഡിലേക്ക് ആകുമ്പോൾ ഓട്ടോക്രാറ്റിൽ നിന്നും ഒതൻറ്റിക് ആവും. ടീച്ചർ സെൻറ്റേർഡ് ആകുമ്പോൾ ടീച്ചർ പറയും, കുട്ടി അനുസരിക്കും. അതിൽ വേറെ ഒരു ചോദ്യം പറച്ചിലും ഇല്ല. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ നിന്ന് ഒതൻറ്റിക്കായി കുട്ടിയും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ചും കൂടെ ഒതൻറ്റിക് ആയിട്ടുള്ളൊരു അസസ്മെൻറ്റായി. പിന്നെ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്ന് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നിലനിന്നിരുന്ന കാര്യത്തിൽ നിന്നും കുറച്ചും കൂടെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്കും ആൾട്ടർനേറ്റീവായി നമ്മുടെ അസസ്മെൻറ്റും. ഇനി കൺസ്ട്രക്റ്റിവിസത്തിലെ അസസ്മെൻറ്റിൻ്റെ മേജർ പ്രിൻസിപ്പിൾസ്, അതിൽ വരുന്ന കൺസ്ട്രക്റ്റിവിസത്തിൽ വരുന്ന മേജർ പ്രിൻസിപ്പിൾസ് ലേണിംഗ് ഒരു ആക്റ്റീവായിട്ടുള്ള പ്രോസസ്സാവും, കൺടെക്സ്ച്വൽ ആയിട്ടുള്ള പ്രോസസ്സാവും. പിന്നെ പ്രയർ നോളജിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ മുന്നേ എന്ത് പഠിച്ചു എന്നുള്ളതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പുതിയ പഠനം വരിക. പിന്നെ കുട്ടികൾ പഠിക്കുക എന്നുള്ളത് കുട്ടികൾ തന്നെ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തുടങ്ങി. അവനവൻ്റെ ലേണിങ്ങിനുള്ള റെസ്പോൺസിബിലിറ്റി ആ കുട്ടി തന്നെ ഏറ്റെടുക്കാനൊക്കെ തുടങ്ങി. ഇതൊക്കെയാണ് അതിൻ്റെ മേജർ പ്രിൻസിപ്പിൾസ് വരുന്നത്. ഇനി കൺസ്ട്രക്റ്റിവിസ്റ്റിൽ വരുന്ന അസസ്മെൻറ്റിൽ വരുന്ന കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? റെലവൻ്റ് ആയിട്ടുള്ള റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റുകളിലാണ് അസസ്മെൻറ്റ് നടത്തുന്നത്. പിന്നെ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അസസ്മെൻറ്റുകളാണ് നടക്കുന്നത്. പിന്നെ കുറേ അസസ്മെൻറ്റ് ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ച് ഒരൊറ്റ ടൂൾ അല്ലെങ്കിൽ ഒരൊറ്റ ടെക്നിക്ക് വെച്ചിട്ട് മാത്രമല്ല കുട്ടികൾ അസസ് ചെയ്യുക. വേരിയസ് ആയിട്ടുള്ള ടെക്നിക്സും ടൂൾസും വെച്ചിട്ട് കുട്ടികൾ അസസ് ചെയ്യും. അപ്പം തന്നെ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കാറ്റർ ചെയ്യുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഴ്സസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ അസസ്മെൻറ്റിൻ്റെ എറർ കുറയ്ക്കും. കുട്ടികൾ വിവിധ തരത്തിലുള്ള കുട്ടികളായിരിക്കും. അതിൽ ഒരു ടൂൾ ചിലപ്പോൾ ഒരു കുട്ടിക്കേ പറ്റുള്ളൂ ആയിരിക്കും, അവർക്ക് ഫേവറബിൾ ആയിരിക്കുന്നതായിരിക്കും. മറ്റേ കുട്ടിക്ക് ചിലപ്പോൾ മറ്റേ ടൂളായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് അസസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലോവർ ഓർഡർ ആയിട്ടും ഹയർ ഓർഡർ ആയിട്ടുള്ള തിങ്കിങ് സ്കിൽസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് അസസ്മെൻറ്റ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് ടീച്ചർ ഇൻട്രാക്ഷനൊക്കെ നമ്മുടെ അസസ്മെൻറ്റിൽ സ്റ്റുഡൻറ്റ് ഇൻട്രാക്ഷനൊക്കെ എൻകറേജ് ചെയ്യാനായിട്ട് തുടങ്ങി നമ്മുടെ കൺസ്ട്രക്റ്റിവിസത്തിൽ വന്നപ്പോൾ. അതേപോലെ
സ്റ്റുഡൻസ് അപ്ലൈ എക്സ്റ്റെൻഡ് ആൻഡ് റീകൺസ്ട്രക്ട് നോളജ്. കൺസ്ട്രക്റ്റിസത്തിൽ വരുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കൺസ്ട്രക്ട് ചെയ്യാൻ, നോളജിനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി, എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി. അവരെന്ത് ചെയ്യാണ്, വെറുതെ പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതുക എന്നുള്ള ബിഹേവിയറിസം മോഡിൽ നിന്ന് മാറി. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കുട്ടികൾ വെക്കേഷൻ ആയാൽ പോലും അവർക്ക് കുറേ ആക്ടിവിറ്റികൾ ചെയ്യണ്ടാവും. അവർ പഠിച്ചെടുക്കുന്ന നോളജിനെ അവർ എന്ത് ചെയ്യാണ്, റിയൽ വേൾഡ് സിറ്റുവേഷനിൽ അവർ അപ്ലൈ ചെയ്യാനും അതിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാനും, ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല, ഇതിങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരു സിറ്റുവേഷൻ കാണുമ്പോഴും അതിനെ അപ്ലൈ ചെയ്യാൻ, എക്സ്റ്റെൻഡ് ചെയ്യാനും വീണ്ടും അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതായത് ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു നോളജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മൊത്തം അനലൈസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനുള്ള സ്കില്ലുകളൊക്കെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അസസ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ ഇൻക്വയറി ബേസ്ഡ് ആയിട്ട് തുടങ്ങി. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള രീതിയിലുള്ള ഇൻക്വയറി ബേസ്ഡ് അസസ്മെൻറ്റ് മെത്തേഡ്സുകൾ വന്നു. പിന്നെ ജനറലൈസേഷനിൽ നിന്നും തിയറീസ് ഉണ്ടാക്കാൻ, നമ്മളിപ്പോൾ ബിഹേവിയറിസത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു തിയറി പറഞ്ഞു വയ്ക്കും, എന്നിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രോബ്ലം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. കുറേ എക്സാമ്പിൾ, കുറേ കഥ പറഞ്ഞ് അവസാനം എത്തുമ്പോൾ കുട്ടിക്ക് തന്നെ മനസ്സിലാവും ആ തിയറി ഒരാൾ പറഞ്ഞു കൊടുക്കാണ്ട് ആ തിയറി ഇന്നതായിരിക്കും എന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ജനറലൈസേഷനിൽ നിന്ന് തിയറികളിലേക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ റിഫ്ലെക്സ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് നോളജ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പഠിക്കാൻ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിക്കില്ല, ജീവിതത്തിൽ, നമ്മുടെ നിത്യജീവിതത്തിൽ, റിയൽ വേൾഡിൽ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ നോളജിനെ നമ്മൾ അക്വയർ ചെയ്യാൻ തുടങ്ങി കുട്ടികൾ. അതേപോലെ എൻകറേജസ് ഇലാബറേഷൻ ബിയോണ്ട് ബേസിക് ഇൻഫർമേഷൻ. നമ്മൾ കിട്ടുന്ന നോളജ് അതിന് ആ രീതിയിലല്ലാണ്ട് അതിന് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇലാബറേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ഫോക്കസസ് ഓൺ കൺസെപ്റ്റ്സ്, ഇഷ്യൂസ്, ഫാക്ട്സ് ആൻഡ് എവിഡൻസസ്. നമ്മൾ ഈ കൺസെപ്റ്റുകളെ ഫോക്കസ് ചെയ്യുക, അതേപോലെ എവിഡൻസുകളെ ഫോക്കസ് ചെയ്യുക, ഫാക്റ്റുകളെ ഫോക്കസ് ചെയ്യാനൊക്കെ തുടങ്ങി. ആ മിയർ ഇൻഫർമേഷൻ കിട്ടുന്നത് അതേപോലെ കാണാപ്പാടം പഠിച്ചു വയ്ക്കുക എന്നുള്ള രീതിയൊക്കെ മാറി. പിന്നെ കസ്റ്റമൈസ്ഡ് അസസ്മെൻറ്റ്സ് ടൈലേർഡ് ടു ലേണിംഗ് സിറ്റുവേഷൻസ്. നമ്മളിപ്പോൾ പറയില്ലേ, ഫർണിച്ചർ കസ്റ്റമൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രസ്സ് നമുക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ. അപ്പം നമ്മുടെ ലേണിംഗ് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ അസസ്മെൻറ്റുകളൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈ ഉണ്ടായ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്, അസസ്മെൻറ്റിൽ ഉണ്ടായ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും പ്രോബ്ലം സോൾവിങ്ങിനെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിങ്ങിനെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ തുടങ്ങി. ബിഹേവിയറിസത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് റോഡ് മെമ്മറൈസേഷനെ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമൊക്കെ ആയിരുന്നു ബിഹേവിയറിസം. അവിടെ നിന്ന് കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് വന്നപ്പോൾ കൂടുതൽ കുട്ടികളുടെ സ്കില്ലുകളെയും അവരുടെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റുകളെയൊക്കെ എൻഹാൻസ് ചെയ്യാൻ തുടങ്ങി, അവിടെയൊക്കെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. നോളജിനെ കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ആ രീതിയിലേക്കൊക്കെ സിസ്റ്റം മൊത്തത്തിൽ മാറാൻ തുടങ്ങി. ആ മാറ്റമൊക്കെ എന്തുണ്ടായി, സിസ്റ്റത്തിൻ്റെ ഈ കൺസ്ട്രക്റ്റിവിസത്തിൽ മോഡിലുള്ള വ്യത്യാസങ്ങളൊക്കെ അസസ്മെൻറ്റിലും കാണാൻ തുടങ്ങി. ഇനി കൺസ്ട്രക്റ്റിവിസത്തിലുള്ള അസസ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരുന്നു? കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അവിടെ. കൺസെപ്റ്റ് മനസ്സിലാക്കും. നമ്മളെപ്പോഴും പറയില്ലേ, കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ബേസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ നമ്മളിപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ പറയും. അതേപോലെ തന്നെ കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻക്വയറി സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഫോർമേറ്റീവ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ, കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഇവാലുവേഷനുകൾ നടത്താൻ തുടങ്ങി. പിന്നെ നമ്മുടെ ലേണിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള അസസ്മെൻറ്റുകളൊക്കെ നടത്താൻ തുടങ്ങി. ജസ്റ്റ് നമ്മളൊരു കുട്ടീനെ അസസ് ചെയ്ത് മാർക്ക് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ആ കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, അസസ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ അസസ്മെൻറ്റിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അസസ്മെൻറ്റിൽ ഉള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, ഈ അസസ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ? ക്ലിയർലി ഡിഫൈൻ ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഫ്രം ദ ബിഗിനിങ്. കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ ഇന്ന പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യമേ, ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആദ്യമേ കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ സ്റ്റുഡൻസ് ഡോക്യുമെൻറ്റ് ദെയർ വർക്ക്. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യും. ഡോക്യുമെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ, അത് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ സ്റ്റുഡൻസ് ലേൺ ടു ജഡ്ജ് ആൻഡ് ഇംപ്രൂവ് ദെയർ വർക്ക്. സെൽഫ് റിഫ്ലക്ഷൻ നടത്താനും ആ സെൽഫ് റിഫ്ലക്ഷൻ വഴി അവരുടെ വർക്ക്, അവരുടെ ചെയ്യുന്ന ലേണിംഗ്, അവരെന്താണോ ചെയ്യുന്നത് അതിനെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. ഇനി കൺസ്ട്രക്റ്റിവിസത്തിലുള്ള അസസ്മെൻറ്റ് പ്രാക്ടീസസ് എങ്ങനെയായിരിക്കും? അവരെ കുട്ടികളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനെ എൻകറേജ് ചെയ്യും. അതേപോലെ തന്നെ ഓൺഗോയിങ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ടാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ ഇത് നടക്കുക, അസസ്മെൻറ്റ് നടക്കുക. അതായത് ഓൺഗോയിങ് ആണ്, ക്യുമുലേറ്റീവ് ആണ്. വൺ ടൈം അല്ലെങ്കിൽ സമ്മേറ്റീവ് ആയിട്ട് നടക്കുന്ന ടെസ്റ്റ് പോലെയല്ല, ക്യുമുലേറ്റീവ് ആണ്. ഒരെണ്ണം നടക്കും, അതിൻ്റെ മാർക്ക് ഉണ്ടാവും, അതെല്ലാം നമ്മൾ ശേഖരിച്ച് വയ്ക്കും.
ക്യുമുലേറ്റീവ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോകുന്ന ഒരു അസസ്മെൻ്റ് ആയിരിക്കും. പീരിയോഡിക് ആയിട്ട് ഫോക്കസ്ഡ് അസസ്മെൻറ്റ്, അങ്ങനെ പീരിയോഡിക് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഓൺ ഗോയിങ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് പീരിയോഡിക് ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ, ഫോക്കസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റുകളൊക്കെ നടത്തും. ഇനി കൺസ്ട്രക്റ്റിവിസത്തിൽ ഇവാലുവേഷൻ്റെ കീ കൺസിഡറേഷൻ എന്താണെന്ന് നോക്കാം. വാട്ട്, ഹൗ, ഹു, അതാണ് മേജർ ആയിട്ടുള്ള കാര്യം. എന്താണ് അസസ് ചെയ്യുന്നത്, വാട്ട് ഷുഡ് ബി ഇവാലുവേറ്റഡ്, എന്ത് അസസ് ചെയ്യണം, ഏരിയ ഓഫ് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മുടെ കൺസ്ട്രക്റ്റിവിസത്തിൽ ഇവാലുവേഷൻ്റെ കീ കൺസിഡറേഷൻ. ബിഹേവിയറിസത്തിലുള്ള മാതിരി ഒരു യൂണിറ്റ് പഠിക്കുക, അതാണ് പഠിച്ചു പോയോ എന്ന് പറയുന്ന മാതിരി അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഒരു യൂണിറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്താണോ ലേണിംഗ് ഔട്ട്കം കുട്ടി അച്ചീവ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് അതിന് ഏത് ടൂളാണോ ഉപയോഗിക്കേണ്ടത് അവിടെയാണ് ഉദ്ദേശിക്കുന്നത് ഹൗ, എങ്ങനെ അസസ് ചെയ്യണം. അപ്പോൾ ആ ഹൗവിനുള്ള ഉത്തരവും കൂടിയായി. എന്ത് ടൂൾ ഉപയോഗിച്ചാലാണ് ആ കുട്ടി ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്തു, വാട്ട് ഹി ഓർ ഷീ അച്ചീവ്ഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. അതിനനുസരിച്ച് ടൂൾ ഉപയോഗിച്ചിട്ട് ആരാണോ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, ചിലപ്പോൾ കുട്ടികൾ ഗ്രൂപ്പായിരുന്നിട്ടാവാം, ചിലപ്പോൾ ടീച്ചറായിരിക്കാം, ടീച്ചർ നിന്ന് നടത്തേണ്ടി വരും, ചിലപ്പോൾ കുട്ടി ഒറ്റയ്ക്ക് സ്വയമേ നടത്തേണ്ടതായിരിക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കൺസിഡറേഷനിൽ വരുന്നതാണ്, കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഇവാലുവേഷൻ്റെ കൺസിഡറേഷനിൽ വരുന്നതാണ്. ആര് ഇവാലുവേറ്റ് ചെയ്യണം, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, എന്തിന് ഇവാലുവേറ്റ് ചെയ്യണം, ഇതതിൻ്റെ കീ കൺസിഡറേഷനിൽ വരുന്നതാണ്. അതേപോലെ തന്നെ പർപ്പസ് ഓഫ് ഇവാലുവേഷൻ, ഒരു പർപ്പസ് ഉണ്ടാവുമായിരിക്കും ഇവാലുവേഷൻ നടത്താൻ. നിങ്ങൾക്ക് ആ ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്തോ എന്ന് അറിയാനായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻറ്റേർണൽ മാർക്ക് ഇടാനായിരിക്കും. അങ്ങനെ എന്താണ് പർപ്പസ്. പിന്നെ ടൈമിംഗ് ഉണ്ടായിരിക്കും, ഇവാലുവേഷൻ്റെ ടൈമിംഗ്, എത്രത്തോളം ടൈമിംഗ് വേണം, ഏത് സമയത്ത് നടത്തണം. അതേപോലെ തന്നെ ഈ അസസ്മെൻറ്റ് റിസൾട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കും. എന്ത് തന്നെയായാലും വേണ്ടില്ല, ഒരു 10 മാർക്കിൽ വെറുതെ ഒരു സില്ലിയായിട്ട് എക്സാം നടത്തി കഴിഞ്ഞാലും അതിൻ്റെ ആയാലും നമ്മുടെ അസസ്മെൻറ്റ് റിസൾട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കും. ഇതൊക്കെ ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് ഇവാലുവേഷനിൽ വരുന്ന കീ കൺസിഡറേഷൻസ് ആണ്. ഇനി ഈ ഒതൻറ്റിക് ആയിട്ടുള്ള കൺസ്ട്രക്റ്റിവിസത്തിൽ തന്നെ ഒതൻറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന അസസ്മെൻറ്റ്, ചില അസസ്മെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. പിക്ടോറിയൽ അസസ്മെൻറ്റ്, ചിത്രം വരച്ച് അങ്ങനെയുള്ള പിക്ടോറിയൽ ആയിട്ടുള്ള അസസ്മെൻറ്റ്, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റനിങ്, ചോദ്യം ചോദിക്കുക, അങ്ങനെ ഉത്തരം പറയുക, അങ്ങനെയുള്ള. പിന്നെ ഹാൻഡ്സ് ഓൺ അല്ലെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മൾ ഓരോ പെർഫോമൻസുകൾ ചെയ്യാം. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആവാം, അസൈൻമെൻറ്റോ സെമിനാർ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ പെർഫോമൻസ് അസസ്മെൻറ്റ്. പിന്നെ കൺസെപ്റ്റ് മാപ്പിംഗ്, അത് നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷൻ്റെ പേപ്പറിൽ പഠിച്ചിട്ടുണ്ടാവും. മൈൻഡ് മാപ്പും കൺസെപ്റ്റ് മാപ്പും. ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അതിൻ്റെ റിലേറ്റഡ് ടേംസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളൊരു മാപ്പ്, ഒരു ട്രീ പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെയൊക്കെ വരയ്ക്കുന്ന, ഫ്ലോ ചാർട്ട് അല്ല അതുപോലെയൊക്കെ വരയ്ക്കുന്നതാണ് ഈ കൺസെപ്റ്റ് മാപ്പ്. അതുപോലെ തന്നെ മൈൻഡ് മാപ്പൊക്കെ. അപ്പോൾ പിന്നെ അതേപോലെ സ്റ്റുഡൻറ്റ് സെൽഫ് അസസ്മെൻറ്റുകൾ, പോർട്ട്ഫോളിയോ, ജേണൽസ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ഇതൊക്കെ ഉപയോഗിക്കാം ടൂളായിട്ട്. പിന്നെ അനക്ഡോട്ടൽ റെക്കോർഡുകൾ ഉപയോഗിക്കാം. കുട്ടികളുടെ മൊത്തത്തിലുള്ള പ്രോഗ്രസ്സിനെ പറ്റിയിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് വരുന്ന റെക്കോർഡുകളാണ്. പിന്നെ ഗ്രാഫിക് ഓർഗനൈസേഴ്സ്, നമ്മുടെ മൈൻഡ് മാപ്പ് പോലുള്ള ഗ്രാഫിക് ഓർഗനൈസേഴ്സ് നമുക്ക് ടൂൾസ് ആൻഡ് ടെക്നിക്കുകൾ ഉപയോഗിക്കാം. KWL ചാർട്ട്. KWL ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, വാട്ട് ഐ ഷുഡ് നോ, വാട്ട് ഐ നോ എന്നുള്ളതാണ്. എന്താണ് എനിക്കറിയാം. കെ എന്ന് പറയുമ്പോൾ വാട്ട് ഐ നോ, എന്താണ് എനിക്കറിയാം, അതായത് നമ്മുടെ പ്രീവിയസ് നോളജ് എന്താണെന്നുള്ളത്. പിന്നെ വാട്ട് ഐ വാണ്ട് ടു നോ, എന്താണ് ഇപ്പോൾ നമ്മൾക്ക് അറിയേണ്ടത്, അതായത് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. പിന്നെ L എന്ന് പറഞ്ഞാൽ വാട്ട് ഐ ലേൺഡ്, എന്താണ് ഞാൻ പഠിച്ചത്, അപ്പോൾ ആ കാര്യത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ലേണിംഗ് ഔട്ട്കം എന്താണെന്നുള്ളത്, അതിനെ റിലേറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ആ ചാർട്ട്, ആ 3 രീതിയിലുള്ള 3 കോളം വെച്ചിട്ടുള്ള ചാർട്ട് ഒരു അസസ്മെൻറ്റ് ടൂളാണ്. പിന്നെ ലേണിംഗ് ലോഗ്സ്, ഇപ്പോൾ നമ്മൾ റിഫ്ലക്റ്റീവ് റൈറ്റിംഗ് പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ടൂളായിട്ട് ഉപയോഗിക്കാം. പിയർ അസസ്മെൻറ്റ് നമുക്കൊരു ടൂളായിട്ട് ഉപയോഗിക്കാം. റുബ്രിക്സ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. റുബ്രിക്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളിനി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സിറ്റ് കാർഡുകൾ, കുട്ടികളുടെ സ്റ്റുഡൻറ്റ് റിഫ്ലക്ഷൻസുകളൊക്കെ എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടൂളും ടെക്നിക്കുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ ഇതിൽ ചില ടൂൾസ് ആൻഡ് ടെക്നിക്കുകളാണ് അസസ്മെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന. അടുത്ത് പറയുന്നത് ഹോൾട്ടൻ വില്യാർഡ്, അവർ 2000 അവർ പറഞ്ഞു, അവർ ഈ ഡൈനാമിക് അസസ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്തവർ. അതിനെ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഈ ഡൈനാമിക് ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ. ഈ ഡൈനാമിക് അസസ്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ ട്രൂ പൊട്ടൻഷ്യലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ കൺസ്ട്രക്റ്റിവിസത്തിൽ നടത്തുന്ന അസസ്മെൻറ്റ് ഡൈനാമിക് ആയിട്ട്, സ്റ്റാറ്റിക് അല്ല ഡൈനാമിക് ആണ്. അവിടെ പല രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കും, മൂവിങ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, രീതികൾ മാറ്റി മറിച്ചും ടൂളും ടെക്നിക്കും ഒക്കെ മാറ്റി മറിച്ചിട്ടും ചെയ്യുന്നതാണ് ഈ ഡൈനാമിക് അസസ്മെൻറ്റ്.
അപ്പോൾ അവർ ഈ ഹോൾട്ടും വില്യാർഡും ഇതിലൊക്കെ സ്റ്റഡി നടത്തി അതിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിനെ അവരെ പ്രൊമോട്ട് ചെയ്തു, ഡൈനാമിക് അസസ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്തവരാണ്. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ നമ്മുടെ കൺവെൻഷണൽ ടെസ്റ്റുകൾ, പരമ്പരാഗതമായിട്ട് നമ്മൾ ശീലിച്ച് പോകുന്നുള്ള പരീക്ഷ, പേനയും പേപ്പറും വെച്ചിട്ടുള്ള പരീക്ഷകളിനെക്കാട്ടിക്കും ഈ ഡൈനാമിക് ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ കുട്ടികളുടെ ട്രൂ പൊട്ടൻഷ്യലുകൾ നമ്മൾ കുറച്ചും കൂടെ ഇവാലുവേറ്റ് ചെയ്യും, അവരുടെ പ്രോഗ്രസ്സിലേക്ക്, മൊത്തത്തിലുള്ള ഒരു പ്രോഗ്രസ്സിലേക്ക് അവരെ ലീഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ അസസ്മെൻറ്റും ലേണിങ്ങും ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് അസസ്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ലേണിംഗ് നടത്തും. ഇടയിലിടയിൽ കുട്ടികൾ അസസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു സെൽഫ് റിഫ്ലക്ഷൻ കിട്ടുകയാണ്, അവരും കാര്യങ്ങൾ മനസ്സിലാക്കും, അവരും കുറച്ചും കൂടെ ലേണിങ്ങിലൊക്കെ മെച്ചപ്പെടും. അതേപോലെ തന്നെ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കൊടുക്കും, അവരുടെ സ്റ്റുഡൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫീഡ്ബാക്കും കൊടുക്കും. അപ്പോൾ അസസ്മെൻറ്റ് കൺസ്ട്രക്റ്റിവിസത്തിൽ എന്താണെന്ന് പറയുന്നത്, ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ലേണിംഗ് എക്സ്പീരിയൻസിനൊക്കെ എൻഹാൻസ് ചെയ്യും, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്സിനെയും. അതിന് അവർ മൊത്തത്തിൽ കുട്ടികളുടെ പ്രോഗ്രസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുട്ടികളെ വെറുതെ മാർക്കിട്ട് ജഡ്ജ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല കൺസ്ട്രക്റ്റിവിസത്തിൽ അസസ്മെൻറ്റ് നടത്തുക. അവർക്കൊരു പ്രോഗ്രസ് ഉണ്ടാവണം. അവർക്ക് നാളെ ഈ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ചട്ടക്കൂടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയ നോളജ് വെച്ചിട്ട് അവർക്ക് ജീവിതത്തിൽ ഉപയോഗം ഉണ്ടാവണം, റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം. ആ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അതിനുള്ള പ്രാക്ടീസ് ഇവിടുന്ന് കിട്ടണം. അപ്പോൾ അവർക്ക് മൊത്തത്തിലുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അസസ്മെൻറ്റുകൾ നടത്തുന്നത്. അല്ലാതെ ഒരു പരീക്ഷ നടത്തി അവനെ തോൽപ്പിച്ച് കളയുക അല്ലെങ്കിൽ അവളെ തോൽപ്പിച്ച് കളയുക അല്ലെങ്കിൽ ജയിപ്പിച്ച് കളയുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടല്ല കൺസ്ട്രക്റ്റിവിസത്തിൽ അസസ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാരഡൈം ഷിഫ്റ്റ് പറയുന്നത്. അത് ബിഹേവിയറിസവും കൺസ്ട്രക്റ്റിവിസവും അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാരഡൈം ഷിഫ്റ്റ് ഇൻ അസസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റും. അപ്പോൾ ബിഹേവിയറിസം എന്താണെന്നുള്ള കാര്യങ്ങൾ എഴുതുക, ബിഹേവിയറിസം ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതിൽ നിന്ന് എങ്ങനെയാണ് കൺസ്ട്രക്റ്റിവിസം വ്യത്യസ്തമാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. അതാണ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ബിഹേവിയറിസത്തിൽ നിന്ന് കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് നമ്മുടെ മൊത്തത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറി, അതിൻ്റെ ഭാഗമായിട്ട് അസസ്മെൻറ്റും മാറി, അതിൻ്റെ ഗുണവശങ്ങളൊക്കെ കൺസ്ട്രക്റ്റിവിസത്തിലേക്ക് വന്നപ്പോൾ ഉള്ള വ്യത്യാസങ്ങളും മാറ്റങ്ങളൊക്കെ എഴുതുക. അതാണ് ഈ പാരഡൈം ഷിഫ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്